ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സാണ്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, പണ്ട് കാലത്തെ മനുഷ്യരും അവരുടെ സംസ്കാരവും എന്ന ചാപ്റ്ററാണ് ആദ്യമായിട്ട് നമ്മളിന്ന് പഠിക്കുന്നത്. പണ്ട് കാലത്തെ മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? പണ്ട് കാലം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അവരുടെ സംസ്കാരം എന്തോ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ആദ്യം എന്ന് പറയുന്ന ഒരു ഫാമിലി ട്രീനെ പറ്റിയാണ് പറയുന്നത്. അതായത് സിനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ഫാമിലി ട്രീ ആണ്. അതായത് ആദ്യം കാണുന്നത് സിനു ആണ് ഇത് കാണുന്നത്. സിനുവിനെ മുമ്പ് സിനുവിൻ്റെ അച്ഛനും അമ്മയും, അവർക്കും മുമ്പുള്ള അച്ഛൻ്റെയും അമ്മയുടെയും, സിനുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ, അതുക്കും മുമ്പ് ഉള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോ. ഇപ്പം നിങ്ങളുടേതായിരുന്നാലും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ അമ്മൂമ്മയുടെയൊക്കെ ഫോട്ടോ വരെ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളായിരിക്കും. പക്ഷെ അതിന് മുമ്പൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അവരാരെങ്കിലും ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതുപോലെയാണ് നമ്മൾ പഠിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരെങ്ങനെയായിരുന്നുവെന്നും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നുവെന്നും അവരുടെ ചുറ്റുപാട് എങ്ങനെയായിരുന്നുവെന്നും അവരുടെ ആഹാര രീതി എങ്ങനെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഹിസ്റ്ററിക്കകത്തുള്ള പീരീഡിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും ആയിട്ടുള്ളതാണ് 2 പീരീഡായിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് ബിഫോർ കോമൺ ഇറ എന്നും കോമൺ ഇറ എന്നും 2 തരത്തിലുള്ള പീരീഡ്സാണ് നമുക്കുള്ളത്. അതായത് based on the birth of Jesus Christ, it was divided into BC and AD. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതിനെ നമ്മൾ BC എന്നും, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നും, ദ പീരീഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ബിഫോർ ക്രൈസ്റ്റ് എന്നും, ദ പീരീഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റിനെ അന്നോ ഡൊമിനി എന്നും പറയുന്നു. ഈ BC യെയും AD നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ബിഫോർ കോമൺ എറ എന്നും കോമൺ എറ എന്നും അല്ലെങ്കിൽ ആഫ്റ്റർ കോമൺ എറ എന്നും പറയുന്നത്. ഈ BC നെയും AC നെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ 2 പീരീഡാണ് നമുക്കുണ്ടായിരുന്നത്. നമുക്കിവിടെ ഒരു പിക്ചർ കാണാൻ പറ്റും, നോക്കാം. ഈ പിക്ചറിനകത്ത് ബിഫോർ കോമൺ എറയും, അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഒരു 5000 വർഷങ്ങളും അതിന് ശേഷമുള്ള ഒരു 500 വർഷങ്ങളുമാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. അതായത് സെഞ്ച്വറി എന്ന് പറയുന്നത് 100 ഇയേഴ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സെഞ്ച്വറി എന്ന് പറയുന്നത്. മില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakh ഇയേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മില്യൺ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഏതാണ്? 2025. നിങ്ങൾ ജനിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് വർഷമായിരിക്കും? 2014 2015 ഒക്കെ ആയിരിക്കും നിങ്ങൾ ജനിച്ച വർഷം എന്ന് പറയുന്നത്. അതായത് കോമൺ ഇറയ്ക്ക് ശേഷം 2014 വർഷം, ആ 1 മുതൽ 2014 വർഷത്തിനകത്ത് നമ്മൾ ജനിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് 2014 വർഷങ്ങൾക്ക് മുമ്പുള്ള വർഷത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നുവെന്നും അവരുടെ ആഹാരം എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമുക്കത് അറിയാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഒറിജിൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹ്യൂമൻസിൻ്റെ ഒറിജിൻ, ഉത്ഭവവും അവരെങ്ങനെയാണ് ഇവാലുവേഷനും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു ആൾക്കാർ ജീവിച്ചിരുന്നുവെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ എന്തൊക്കെയാണ് കഴിച്ചിരുന്നതെന്നും അവരുടെ സംസ്കാരം എന്താണെന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഫോസിൽസ് വഴിയാണ് മനസ്സിലാവുന്നത്. ഫോസിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓഫ് ഏൻഷ്യൻറ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. They are generally embedded in rocks and have been preserved for millions of years. അതായത് അവശിഷ്ടങ്ങളാണ്. അതായത് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെടികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ ബാക്കി അവശിഷ്ടങ്ങൾ, അതായത് എല്ലും കഷ്ണങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ആണ്, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഫോസിൽസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ കാണപ്പെടുന്നത് എവിടെയാണ്? റോക്സുകളിലാണ്, അതായത് പാറകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് ഇപ്പോഴും പ്രിസർവ്ഡ് ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതായത് പിന്നെ ഒരു മ്യൂസിയം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോസിൽസ് കണ്ടിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് അങ്ങനെ ഒരു ആൾക്കാരുണ്ടായിരുന്നെന്നും അവരുടെ ചരിത്രവും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഹ്യൂമൻ ഫോസിൽസ് മനസ്സിലാക്കിയിട്ടാണ്.
നമ്മുടെ ഈ മനുഷ്യൻ്റെ ഇവല്യൂഷൻ, അതായത് മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തിയെന്ന് പറയുന്ന ഒരു ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇംഗ്ലണ്ടിലെ ജനിച്ചു വളർന്ന ഒരു സയൻറ്റിസ്റ്റാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹം ഒരു തിയറി എന്ന് പറയുന്ന ഇവാല്യൂഷൻ എന്ന് പറയുന്ന തിയറി അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് മനുഷ്യൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ഇപ്പോഴത്തെ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായതെന്നും അവരുടെ എത്ര ഓർഗാനിക് ചേഞ്ചസിന് ശേഷമാണ് ഇപ്പോഴുള്ള മനുഷ്യൻ്റെ ഈ ഒരു രൂപം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇവല്യൂഷൻ എന്നൊരു തിയറിയിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നൊരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്ത് 1859 പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ചാൾസ് ഡാർവിൻ. അടുത്ത ആൻസെസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്. അപ്പം നമ്മുടെ ഹ്യൂമൻ ഇവല്യൂഷൻ്റെ വേരിയസ് സ്റ്റേജസിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാ നോക്കൂ, ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഹ്യൂമൻ ഇവല്യൂഷനെ പറ്റിയ ഒരു ചാർട്ടാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിമൈറ്റ്സ്, ഹോമിനോയിഡ്സ്, ഹോമിനൈഡ്സ് എന്ന് 3 തരം കാറ്റഗറീസാണ് ഉള്ളത്. അതിൽ പ്രിമൈറ്റ്സ് എന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് മാമൽസ്, അതായത് പ്രസവിച്ച് പാലൂട്ടുന്ന ആ ഒരു കാറ്റഗറീനെയാണ് നമ്മൾ പറയുന്നത് പ്രിമൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഉണ്ടായതെന്ന് പറയുന്നത് എന്താണ്? ഹോമിനോയിഡ്സ്, അതായത് 4 കാലിൽ നടക്കുന്നവയാണ് പിന്നെ ഉണ്ടായത്. അതിനുശേഷം ഉണ്ടായതാണ് ഹോമിനൈഡ്സ്, അതായത് വാക്ക്ഡ് ഓൺ 2 legs, 2 കാലിൽ നടക്കുന്നവ. ഈ ഹോമിനൈഡ്സ് തന്നെ 2 തരത്തിലുണ്ട്, ആസ്ട്രലോപിത്തിക്കസും ഹോമോയും. ഈ ഹോമോയിലാണ് നമ്മൾ മനുഷ്യരൊക്കെ വരുന്നത്. അതായത് പണ്ട് കാലത്ത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യം ഉണ്ടായത് എങ്ങനെയാണ്? പാലൂട്ടി വളർത്തി അങ്ങനെയുള്ള കാറ്റഗറി ആയിരുന്നു മാമൽസ് എന്ന കാറ്റഗറിയിൽ. അത് കഴിഞ്ഞിട്ട് 4 കാലിൽ നടക്കുന്ന കാറ്റഗറിയും പിന്നെ അതിനുശേഷം 2 കാലിൽ നടക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരായി. അതിനുശേഷമാണ് ആസ്ട്രലോപിത്തിക്കസും ഹോമോ എന്ന 2 കാറ്റഗറി. ഹോമോയിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഹോമോ ഹാബിലിസും, ഹോമോ എറക്ടസ് അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസ്. അതിൽ നമ്മൾ മനുഷ്യർ വരുന്ന ഏത് കാറ്റഗറിയിലാണ്? ഹോമോ സാപ്പിയൻസ് എന്ന കാറ്റഗറിയിലാണ്. ഈ ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് എന്താണ്? ടൂൾ മേക്കേഴ്സ്, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരും. ഹോമോ എറക്ടസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നടക്കുന്ന അപ്രൈറ്റ് ഹ്യൂമൻസും, അതായത് നിവർന്ന് നടക്കുന്ന ആൾക്കാരുമാണ്. അതിൽ ഹോമോ സാപ്പിയൻസ് ആണ് ദ വൈസ് ആൻഡ് തിങ്കിങ് മാൻ, ചിന്തിച്ചും ബുദ്ധിപരമായിട്ടും പ്രവർത്തിക്കുന്നവരായ ഹോമോ സാപ്പിയൻസ് ആണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. ഇനി നമ്മൾ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, നമ്മുടെ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് നാഴികക്കല്ലുകളാണ്, വേരിയസ് സ്റ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യകാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത് എവിടെയാണ്? എർലി ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ദി ഫോറസ്റ്റ്, കാടുകളിലാണ് ജീവിച്ചിരുന്നത്. ദി ലീവ്ഡ് ബൈ ഗ്യാതറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് അനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അവർ ജീവിക്കാനായിട്ട് എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ മാംസവുമാണ്, അതായത് വേട്ടയാടിയും അനിമൽസിൻ്റെ ഇറച്ചിയൊക്കെയാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിന് അവർ വെപ്പൺസായിട്ട് യൂസ് ചെയ്ത് എന്തോന്നായിരുന്നു നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാടുമുള്ള വലിയ റഫ് സ്റ്റോൺസുകളാണ് അവരെന്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? വെപ്പൺസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ സ്റ്റോണാണ് അവരെന്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? വെപ്പൺസായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഒരു പീരീഡിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. ബേസ്ഡ് ഓൺ സ്റ്റോൺ, ഈ സ്റ്റോൺ ഏജിനെ തന്നെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ഏജിൽ തന്നെ പാലിയോലിത്തിക് ഏജ് എന്നും മെസോലിത്തിക് ഏജ് എന്നും നിയോലിത്തിക് ഏജ് എന്നുള്ള 3 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, അതായത് സ്റ്റോൺ ഏജിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? റഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുക. അതായത് പരിപരിക്കൻ കല്ലുകളാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഫുഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് ആസ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഹണ്ടിങ് ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വന്നതെന്ന് പറയുന്നത് മെസോലിത്തിക് ഏജ് ആണ്. മെസോലിത്തിക് ഏജിൽ അവർ എന്ത് യൂസ് ചെയ്തു? ടൂൾസ്, സ്മോളർ ഫൈൻ സ്റ്റോൺസ് ആണ്. അതായത് റഫ് സ്റ്റോൺസ് മാറി അവർ പിന്നെ എന്ത് യൂസ് ചെയ്തു? ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി.
യൂസ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. പിന്നെ അവരെന്ത് കഴിക്കാൻ തുടങ്ങി? ഗ്രാസസ് ആൻഡ് ഫിഷ്, മീൻ, പുല്ലുവർഗ്ഗങ്ങളിൽപ്പെട്ടതും പിന്നെ മത്സ്യവും അവരെന്തായ ആഹാരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം അവരെന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? അനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അതായത് ശരീരത്ത് ആദ്യം അവർ ശരീരത്ത് വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. അപ്പം മെസോലിത്തിക് ഏജ് എന്ന് പറയുന്ന ആ സമയത്ത് അവർ അനിമൽസിൻ്റെ തോലും മരത്തിൻ്റെ തോലും പിന്നെ ഇലകളൊക്കെ അവരെന്തായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി? വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിലാണ് അവർ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ദേ ആർ മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതായത് നന്നായിട്ട് മിനുസപ്പെടുത്തിയതും പോളിഷ്ഡ് ആയിട്ടുള്ള ടൂൾസ് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അതായത് കൃഷി അവർ ജീവിതമാർഗമായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്രി. അവർ വീല് കണ്ടുപിടിക്കുകയും പോട്രി ആരംഭിക്കാൻ തുടങ്ങി. അതായത് കലങ്ങൾ പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. Bhimbetka in Madhya Pradesh is an important rock shelter in India which was inhabited by Stone Age humans. അതായത് സ്റ്റോൺ ഏജ് കാലഘട്ടങ്ങളിൽ ഹ്യൂമൻസ് താമസിച്ചിരുന്ന ഒരു റോക്ക് പാറയാണ്. അവർ കേവ്സിലല്ലേ നേരത്തെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആ കേവ്സാണ് എന്ന് പറയുന്നത് ഭീംബെtka എന്ന് പറയുന്ന മധ്യപ്രദേശിൽ ഇപ്പോഴും കാണപ്പെടുന്നുണ്ട്. സ്റ്റോൺ ഏജ് സമയത്ത് മനുഷ്യരവിടെ താമസിച്ചിരുന്നു എന്ന് ഇപ്പോഴും അവിടെ തെളിയിക്കാൻ കഴിയും. എങ്ങനെയാണ്? ആ കേവിനകത്ത് കേവ്സ് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. അതായത് പണ്ട് കാലത്ത് ആൾക്കാർ വരച്ച പെയിൻറ്റിങ്സ് ഒക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആ കേവിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എവിടെയാണ്? ഭീംബെtka എന്നാണ് അതിൻ്റെ പേര്. മധ്യപ്രദേശിലാണ്, ഇന്ത്യയിലെ മധ്യപ്രദേശിനകത്താണ്. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. അതിനുശേഷം അവരെന്ത് നിയോലിത്തിക് ഏജിൽ അവരെന്ത് സ്റ്റാർട്ട് ചെയ്തെന്ന് നമ്മൾ പഠിച്ചു? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു പഠിച്ചു. കൃഷി സ്റ്റാർട്ട് ചെയ്തു. കൃഷി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ആ ഫാം ലാൻഡ്സിൻ്റെ അടുത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ താമസിച്ചു. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കെയിം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സിൻ്റെ അടുത്ത് തന്നെ അവർ താമസിക്കാനും തുടങ്ങി. ദേ സെറ്റിൽഡ് നിയർ ദെയർ ഫാംസ് എന്തിനാണ് അവരവിടെ താമസിക്കാൻ തുടങ്ങിയത്? ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, പ്രൊട്ടക്ട് ദ ഫീൽഡ് ഫ്രം വൈൽഡ് ആനിമൽസ് ആൻഡ് ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. അവരുടെ ക്രോപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ അവരുടെ പാടങ്ങൾ സംരക്ഷിക്കാനും ഏതിൽ നിന്നും? വൈൽഡ് ആനിമൽസിൽ നിന്നും സംരക്ഷിക്കാനും അവർ ഇണങ്ങി വളർത്തിയ മൃഗങ്ങളെ കെയർ ചെയ്യാനും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഫാം ലാൻഡ്സിൻ്റെ അടുത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർ ഫാം ലാൻഡ്സിൻ്റെ അടുത്ത് സെറ്റിൽ ചെയ്ത സമയത്ത് ഉണ്ടായത്? ഡ്വെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽറ്റ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? താമസിക്കാനായിട്ട് വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ. അവർ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒരു സോഷ്യൽ ലൈഫ് ബിഗിനിങ് ചെയ്യാനും തുടങ്ങി. അതിനുശേഷം സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി എന്തായി മാറി? ദേ ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. ആൾക്കാർ ഇപ്പോൾ ഒരു വില്ലേജ് അങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് ആൾക്കാർ കൂടി താമസിക്കുമ്പോൾ അവിടെ വില്ലേജ് ആവും. പിന്നെ എന്താവും? അത് വില്ലേജിന് ശേഷം പിന്നീട് അതെന്താവും? അർബൻ സെൻറ്റേഴ്സ് പോലെ ആവും. അത് കഴിഞ്ഞു. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. അത് കല്ലാണ് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നമ്മളതിനെ സ്റ്റോണേജ് എന്ന് പറഞ്ഞത്. ഈ സ്റ്റോണിൽ നിന്നും പിന്നീട് മനുഷ്യൻ എന്ത് കണ്ടെത്തി? ഫസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് എന്ത് കണ്ടെത്തി? കോപ്പർ കണ്ടെത്തി. ദ ഫസ്റ്റ് മെറ്റൽ used by human is copper. The period when human used weapon and tool made of metal is called metal age. അതായത് മെറ്റൽ യൂസ് ചെയ്തുകൊണ്ട് വെപ്പൺസും ടൂൾസും ഉണ്ടാക്കാൻ തുടങ്ങിയ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ tilling the soil and cutting trees, they mixed copper and tin to make a handle and strong alloy called brass. അപ്പം മെറ്റൽ എന്ന് പറയുന്ന വസ്തു എന്ത് ചെയ്യാൻ പറ്റില്ല? അത് അത്ര കട്ടിയുള്ളതൊന്നും അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സോയിൽ ടൈൽ ചെയ്യാനോ ട്രീസ് കട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കോപ്പറിനെയും ടിന്നിനെയും കൂടെ മിക്സ് ചെയ്ത് വേറൊരു അലോയ് ഉണ്ടാക്കി. കട്ടിയുള്ളതും ഹാർഡായിട്ടുള്ളതും സ്ട്രോങ് ആയിട്ട് ഒരു അലോയ് ഉണ്ടാക്കി. ആ അലോയുടെ പേരാണ് ബ്രൗൺസ്. ഈ ബ്രൗൺസ് യൂസ് ചെയ്തുകൊണ്ട് അവരെന്തുണ്ടാക്കി? വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രൗൺസ് വെയർ യൂസ്ഡ് ഈസ് നോൺ ആസ് ദ ബ്രൗൺ ഏജ്.
ആ ബ്രൗൺസ് യൂസ് ചെയ്തുകൊണ്ട് അവർ മെറ്റൽ ടൂൾസും വെപ്പൺസും ഉണ്ടാക്കിയത് കൊണ്ട് ആ ഒരു പീരീഡിനെ നമ്മൾ എന്തു പറയും? ബ്രൗൺസ് ഏജ് എന്ന് പറയും. ഈ ബ്രൗൺസ് ഏജിൽ നമുക്ക് ഹ്യൂമൻസിലുണ്ടായ എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് നമുക്ക് നോക്കാം. ബ്രൗൺസ് ഏജ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ ലാൻഡ്. ബ്രൗൺസ് ഏജ് ടൂൾസ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? അഗ്രികൾച്ചർ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ എന്ത് ചെയ്തു? കുറച്ചും കൂടെ വൈഡായിട്ട് അഗ്രികൾച്ചർ കൃഷി ചെയ്യാൻ തുടങ്ങി. ആ എക്സ്പാൻഷൻ നടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്തു. The expansion of agriculture land led to an increase in agriculture production. ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പം ആ പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നെ പ്രോഡക്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയും അവിടെ നമുക്ക് എന്തുണ്ടായി? സെൻറ്റേഴ്സ് ഫോർ എക്സ്ചേഞ്ച് സാധനങ്ങൾ കൈമാറാനായിട്ടുള്ള എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് ഉണ്ടായി. എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് പിന്നീട് അത് എന്തായി മാറി? ടൗൺസും സിറ്റീസുമായി മാറി. അപ്പോൾ ഈ ടൗൺസും സിറ്റീസൊക്കെ ആയി മാറിയത് ഏത് കാലഘട്ടങ്ങളിലായിരുന്നു? ബ്രൗൺസ് ഏജ് കാലഘട്ടങ്ങളിലായിരുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവേ.